ഓക്കെ, വണ്ടി ഇപ്പോൾ റാലി മോഡലാണ് പോണ്. അടിച്ച് കയറണ 27,30,000 കൊടുത്ത് വെറുതെ പൈസ കളഞ്ഞ വണ്ടി ട്യൂണിങ് റീഫാൻഡ് ചെയ്യേണ്ടതാ. ഇതൊന്നും മേടിച്ചാൽ വണ്ടി ഫുൾ പവറാവും. ഇത് ഗോഡ് ബൂസ്റ്റ് വണ്ടി, ഇനി വേറെ ലെവൽ പവർ പെർഫോമൻസ് ആയി. നമ്മള് പിന്നെ ഇതിന്റെ ആപ്പ് ഗോഡ് ബൂസ്റ്റിന്റെ ആപ്പ് വഴി നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് ഫോണിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ വരും ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. ഇതിൽ നമുക്കുണ്ടോ മോഡ്, ഈ മോഡ് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി ചെയ്യാം. ഇപ്പൊ ബൂസ്റ്റിലായി, ഓരോ അമർത്തുമ്പോൾ ബൂസ്റ്റ് പ്ലസ് ആയി, റൈസ് മോഡിലായി. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയും മാറ്റാം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ആപ്പ് യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മള് പിന്നെ വണ്ടി ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആന്റി തെഫ്റ്റ് ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ആപ്പ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് AI മോഡിലാണ്. ഇപ്പൊ വാലറ്റ് മോഡ്, അങ്ങനെ ഒരുപാട് മോഡുണ്ട് ഇതിൽ. ഓഫ് റോഡ് മോഡ്, ഓഫ് റോഡ് മോഡ് ഇതിനിട്ടിട്ട് കാര്യമില്ല. കാരണം ഇത് ഓഫ് റോഡ് കാപ്പബിലിറ്റിയിലെ വണ്ടിയല്ല. ഓഫ് റോഡ് വണ്ടികൾക്ക് അത് ഉപകാരപ്പെടും. ഇതിന് സേഫ്റ്റി മോഡ് ഉണ്ട്. ഇതാണ് ലോക്ക് മോഡ്. കണ്ടോ, ടാപ്പ് ടു ലോക്ക്. ഇത് നമ്മളൊരു പിൻ കോഡ് വെച്ചിട്ട് ഇത് പിന്നെ സെറ്റ് ചെയ്യണം. ഇത് നമ്മളിതാ, അതിപ്പോ വണ്ടി ലോക്കായി, അതായത് ആന്റി തെഫ്റ്റ് ലോക്കാണ്. ഇനി നമ്മള് വണ്ടി ഓഫാക്കി ഇനിയിപ്പോ വണ്ടി സ്റ്റാർട്ട് ആയിപ്പോ ത്രോട്ടിൽ കൊടുത്താലും വണ്ടി മൂവ് ആവില്ല. കാരണം ഇതിന്റെ ത്രോട്ടിൽ ലോക്കാം. നമുക്ക് മാത്രമേ ഈ ലോക്ക് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഇതിലുണ്ടോ ലോക്കർ നീതി, അതിന്റെ കൂടെ വരുന്ന ഡിസ്പ്ലേ. ഇതിൽ ലോക്കർ നീതി കാട്ടിയുണ്ടോ? ഇപ്പൊ ത്രോട്ടില് എത്ര ചവിട്ടിയാലും ത്രോട്ടിൽ വർക്ക് ആവില്ല. ആന്റി തെഫ്റ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ട്യൂൺ ചെയ്ത് ഇതൊന്നും കിട്ടില്ല. ഇതെല്ലാം കൂടി ഒരു മൊത്തം പാക്കേജാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോ ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ പിൻകോഡ് അടിച്ച് അൺലോക്ക് ചെയ്താൽ മാത്രമേ തുറയുള്ളൂ. ഇപ്പൊ തുറന്നു. ഇപ്പൊ വീണ്ടും റേസ് മോഡിലായി. ഇനിയുണ്ടോ? ഇപ്പൊ ത്രോട്ടിൽ വർക്കായി. ഏറ്റവും പവറുള്ള മോഡ് പറയുന്നത് റാലി മോഡ്. അതായത് നമ്മൾ ത്രോട്ടിൽ ജസ്റ്റ് കൊടുത്താൽ മതി. ആക്സിലറേഷൻ പെഡലിന് ജസ്റ്റ് കാലച്ചാൽ തന്നെ ഉണ്ടോ? ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോ വണ്ടി ഫുൾ പവർ ഉണ്ടോ? വണ്ടി ഇപ്പൊ റാലി മോഡലാണ് പോണ്. അടിച്ച് കയറണ 80 ഇതാണ് ഇതിൽ ഏറ്റവും സ്മൂത്ത് മോഡ്. എക്കണോമി മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്ത് ആയിക്കണം. ഇതിൽ ഏറ്റവും ഇത് നല്ലത് നമുക്ക് സിറ്റി ഡ്രൈവിന് വണ്ടി നമ്മൾ എത്ര ത്രോട്ടിൽ കൊടുത്താലും ഒരു മീഡിയം സ്പീഡിലേ പോകുള്ളൂ. എണ്ണ ഓവർ കത്തൂല, നല്ല മൈലേജ് കിട്ടും. നമ്മളൊരു വണ്ടി ട്യൂൺ ചെയ്താൽ അത് ഫിക്സഡ് ആയിട്ടാണ് ഇതിൽ പവർ. മാക്സിമം ഒരു 5 HP അല്ലെങ്കിൽ 7 HP കൂടും. ഇതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് റാലി മോഡിൽ നല്ല പവറും കിട്ടും. എക്കണോമി മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മൈലേജും കിട്ടും. വണ്ടി നല്ല സ്മൂത്ത് ആയിക്കണം. അപ്പൊ എത്ര റോട്ടിൽ അത്രയും കൊടുത്താലും വണ്ടി ഇതായി പോകെ പോകും. അതാണ് ഇതിന്റെ പ്രത്യേകത. ട്യൂൺ ചെയ്താൽ അത് ഫിക്സഡ് ആണ്, പിന്നെ മാറ്റാൻ പറ്റും. പിന്നെ ട്യൂണിങ്ങിന്റെ അത്ര പൈസ ഇതിനില്ല. കണ്ടോ, ഞാൻ റോഡിൽ ഫുള്ള് കൊടുത്തിട്ടും ഈ പോകെ പോകണം. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പൊ നമ്മള് സിറ്റി ഡ്രൈവോ അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റാലി മോഡോ റേസ് മോഡോ കിട്ടി കഴിഞ്ഞാല് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പവർ കൂട്ടും കുറക്കും ചെയ്യാം. ഇനി നമുക്കൊന്ന് റേസ് മോഡിൽ ഇടാം. ഓക്കെ, റേസ് മോഡിൽ ഇട്ടു. റേസ് മോഡിൽ അത്യാവശ്യം നല്ല പവർ തന്നെയാണ്. പക്ഷെ ഏറ്റവും ടോപ്പ് പവർ റാലി മോഡാണ്. കണ്ടോ, മാറി വണ്ടിന്റെ സൗണ്ട് തന്നെ മാറി. നമ്മള് ഓട്ടുന്ന ആൾക്കാർക്ക് അതിന്റെ ഫീല് കിട്ടും.